രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൂക്കൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ് നേരെ കടയിലോട്ട് വന്നതാണ്. എനിക്ക് എന്നിട്ട് അവിടെ ഇഷ്ടപ്പെട്ട കുറച്ച് അധികം പൂക്കളൊക്കെ ഞാൻ വാങ്ങിച്ചേ. ഇതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടോടെ ഇല തപ്പി കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ഇല തരാൻ പറഞ്ഞേ, പെട്ടെന്ന് കേടായി പോവാത്തെ. അങ്ങനെ അതിലെ കുറച്ച് ഇലകളും വാങ്ങി നേരെ അതൊക്കെ ബില്ലടച്ചിട്ട് നേരെ കാറിൽ വന്ന് കയറി തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്താണ് മഞ്ഞ റംബൂട്ടാനിരിക്കുന്നത് കണ്ടത്. അങ്ങനെ അത് 1 കിലോ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മുടെ പഴയ പൂക്കളും ചിലകളും എല്ലാം ഒരു ന്യൂസ് പേപ്പറിലോട്ട് മാറ്റി ഫ്ലവർ വൈസും കാര്യങ്ങളും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ പൂക്കളൊക്കെ അങ്ങ് നിറയ്ക്കാൻ തുടങ്ങി. ഈ ഒരു പൂക്കളൊക്കെ വാടിപ്പോയിരിക്കാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് അറിയത്തില്ല, കാരണം കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും. അങ്ങനെ ഞാൻ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ഡൈനിങ് ടേബിളെല്ലാം അങ്ങ് തുടച്ചിട്ടു. ഒരു ഫ്ലവർ വൈസ് ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് വയ്ക്കുന്നത്. ഒരെണ്ണം എന്താണ് ഈ വാഷ് ബേസിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ വെച്ചപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. അങ്ങനെ അപ്പുക്കുട്ടൻ്റെ മീൻ്റെ കൂടെ നമ്മുടെ ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ അകത്ത് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എവിടെ തൂക്കും എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതെവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.